വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ് അണ്ടർ BNSS 2023 ആണ്. എല്ലാവരും ഈ ടോപ്പിക് എടുത്തു കഴിയുമ്പോൾ ഭയങ്കര വൈഡായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു മടിയായിരിക്കും ഈ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി. നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ആ വൈഡ് ടോപ്പിക്കിനെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ BNSSന്റെ കീഴിൽ ഒരു കോർട്ടിന് അല്ലെങ്കിൽ ഒരു ജഡ്ജിനാണെങ്കിൽ ഒരു അക്യൂസ്ഡിനെയും വിറ്റ്നസിനെയും ഇന്ന ഡേറ്റിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്യാൻ വേണ്ടി ഒരു 6 മെത്തേഡ്സ് ഉണ്ട്. ഒരു അക്യൂസ്ഡിനെ, ഒരു വിറ്റ്നസിനെ ഒരു കോർട്ടിൽ പ്രസന്റ് ചെയ്യണം, നിങ്ങൾ ഇന്ന ഡേറ്റിൽ പ്രസന്റ് ചെയ്യണം എന്നും പറഞ്ഞ് കമ്പൽ ചെയ്യാൻ വേണ്ടി 6 മെത്തേഡ്സ് ഉണ്ട്. ആ 6 മെത്തേഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒരു ക്രിമിനൽ ട്രയൽ, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ക്രിമിനൽ ട്രയൽ നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും അക്യൂസ്ഡിന്റെ വിറ്റ്നസിന്റെ പ്രസൻസ് ആ ട്രയലിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കോർട്ടിനാണെങ്കിൽ ഇവരുടെ ആ പ്രസൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പൽ ചെയ്യാൻ വേണ്ടി 6 മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ ആ 6 മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്കറിയാവുന്ന 2 മെത്തേഡ്സ് ആണ് സമൻസും വാറന്റും. സമൻസ്, വാറന്റ് ഫോർ അറസ്റ്റ്, വാറന്റ് ഇൻ ലോ ഓഫ് സമൻസ്. പിന്നെ ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊക്ലമേഷൻ ഓഫ് അബ്സ്കോണ്ട്, അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് പ്രൊക്ലെയിംഡ് ഓഫൻഡർ, ബോണ്ട്. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, നമുക്കപ്പം ആദ്യമേ നോക്കാം സമൻസ്. സെക്ഷൻ 63 to 69 ഓഫ് BNSS ആണ് പറയുന്നത്. സമൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജഡ്ജ് അല്ലെങ്കിൽ കോർട്ട് ഓഫീസർ ആണെങ്കിൽ ഒരു അക്യൂസ്ഡിനെയോ ഒരു വിറ്റ്നസിനെയോ കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തിങ്, ഒരു സാധനം, ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോർട്ടാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ കോർട്ട് ഡോക്യുമെന്റ് ആണ് സമൻസ്. സമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒഫീഷ്യൽ കോർട്ട് ഡോക്യുമെന്റ്. നമ്മുടെ ജഡ്ജോ അല്ലെങ്കിൽ കോർട്ട് ഓഫീസറോ അക്യൂസ്ഡിനോടോ വിറ്റ്നസിനോടോ ഒരു ഇന്ന ദിവസം കോർട്ടിൽ അപ്പിയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു തിങ് ആണെങ്കിൽ ഒരു ഇന്ന ദിവസം ഒരു ഇന്ന ടൈമിൽ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നും പറഞ്ഞ് കമ്പൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ സമൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം ഒരു സമൻസിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗിലായിരിക്കണം. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ആ സമൻസ് സൈൻ ചെയ്തിരിക്കണം. കോർട്ടിന്റെ സീല് ഉറപ്പായിട്ടും സമൻസിൽ ഉണ്ടാവണം. പിന്നെ സമൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സമൻസ് അല്ല നമ്മളാണെങ്കിൽ അക്യൂസ്ഡിനോ വിറ്റ്നസിനോ കൊടുക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് സമൻസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ സമൻസിൻ്റെ അകത്ത് ചുമ്മാ അങ്ങ് സമൻസ് ഇഷ്യൂ ചെയ്താൽ മതിയോ? അതിൻ്റെ അകത്ത് എന്താ, എപ്പോഴാ, ഏത് ഡേറ്റിലാ അപ്പിയർ ചെയ്യേണ്ടതെന്ന് പറയണ്ടേ? അതല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്. അപ്പം നമ്മൾ സമൻസിൻ്റെ അകത്ത് ഏത് ഡേറ്റിലാണ്, ടൈമിലാണ്, പ്ലേസിലാണ് അപ്പിയർ ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏത് വ്യക്തിക്കാണോ അപ്പിയർ ചെയ്യാൻ പറഞ്ഞ് ഈ സമൻസ് ഇഷ്യൂ ചെയ്യുന്ന ആ വ്യക്തിയുടെ പേരാണെങ്കിൽ സമൻസിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മുകളിൽ ആരോപിച്ചിരിക്കുന്ന ഒഫൻസ് എന്താണോ ആ ഒഫൻസും ഈ സമൻസിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ BNSSന്റെ കീഴിൽ ഇലക്ട്രോണിക് മീഡിയസിന്റെ യൂസ് ട്രയലിലും ഇൻവെസ്റ്റിഗേഷനിലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സമൻസ് ഇലക്ട്രോണിക് ഫോമിലും ഇഷ്യൂ ചെയ്യാം. പക്ഷെ ഇവിടെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോണിക് ഫോമിൽ ഇഷ്യൂ ചെയ്യുന്ന സമൻസിൽ നമ്മുടെ കോർട്ടിന്റെ സീലിന്റെ ഇമേജ് വേണം. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോം നമ്പർ 2 and 34 ഓഫ് ദ സെക്കൻഡ് ഷെഡ്യൂൾ അണ്ടർ ദ സംഹിതയാണ് നമ്മുടെ സമൻസ് ടു അക്യൂസ്ഡിന്റെയും സമൻസ് ടു വിറ്റ്നസിന്റെയും ഫോർമാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസ് ഓഫ് സമൻസ്, ഹൗ ഇറ്റ്സ് ഡൺ, എങ്ങനെയാണ് ഒരു സമൻസ് സെർവ് ചെയ്യുന്നതെന്ന് സെക്ഷൻ 64 പ്രകാരം ഒരു പോലീസ് ഓഫീസറിന് അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ഓഫീസറിന് പേഴ്സണലി ഒരു സമൻസ് ഡെലിവറി ചെയ്യാം. അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഈ ഓതറൈസ്ഡ് ഓഫീസർ
ഏത് വ്യക്തിക്കാണോ സമൻസ് സെർവ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പേഴ്സണൽ ആൻഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന പേഴ്സണൽ ആൻഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു സമൻസ് ഡ്യൂപ്ലിക്കേറ്റിലാണ് സെർവ് ചെയ്യുന്നത്. ഒരു കോപ്പി നമ്മുടെ പേഴ്സൺ സമണ്ട് കൊടുത്തതിന് ശേഷം മറ്റൊരു കോപ്പിയുടെ ബാക്ക് സൈഡിൽ ഒരു റിസിപ്റ്റ് ഈ പേഴ്സൺ സമണ്ട് സൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ സൈൻ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിന് എന്താണ് ഈ സമൻസ് ഡ്യൂലി സെർവ്ഡ് ആയി എന്ന് കോർട്ട് ആ റിസിപ്റ്റ് കണ്ടിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമൻസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ഒരു സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ഒരു സമൻസ് സെർവ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന റൂൾസ് പ്രകാരമായിരിക്കണം ഈ സമൻസ് സെർവ് ചെയ്യണം. നമ്മുടെ സെക്ഷൻ 64 പ്രകാരം ഒരു മെത്തേഡ് പറഞ്ഞു എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യേണ്ടതെന്ന്. ആ മെത്തേഡ് ഇമ്പോസിബിൾ ആണ്. ആ മെത്തേഡ് വഴി സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സെക്ഷൻ 66 പ്രകാരം ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ പേഴ്സണലി സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ സമൻസ് ഏത് വ്യക്തിക്കാണോ സെർവ് ചെയ്യേണ്ടത് ആ വ്യക്തി അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഫാമിലി മെമ്പറായ ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് ഈ സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ആ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ടെങ്കിൽ ആ സെർവൻറ്റിനെ ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കത്തില്ല. ഇങ്ങനെ ഒരു മുതിർന്ന വ്യക്തിക്ക് സമൻസ് സെർവ് ചെയ്യുമ്പോഴും ആ മുതിർന്ന വ്യക്തി സമൻസിൻ്റെ മറ്റൊരു കോപ്പിയുടെ ബാക്ക് സൈഡിൽ ഒരു റിസിപ്റ്റ് സൈൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ 2 മെത്തേഡ് നോക്കി സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി. സെക്ഷൻ 64 നോക്കി, സെക്ഷൻ 66 ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കി. ഈ 2 സാഹചര്യം വഴി അല്ലെങ്കിൽ ഈ 2 മെത്തേഡ് വഴി സമൻസ് സെർവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്ഷനാണ് സെക്ഷൻ 69 സബ്സ്റ്റിറ്റ്യൂട്ടഡ് സർവീസ് ആണ്. ദാറ്റ് മീൻസ് ഒരു പോലീസ് ഓഫീസർ വീട്ടിൽ ചെന്നപ്പോൾ പേഴ്സൺ സമണ്ടും ഇല്ല, അതുപോലെ തന്നെ ഒരു അഡൽട്ട് മെമ്പർ ഓഫ് ദ ഫാമിലിയും ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ സമൻസ് ആണെങ്കിൽ ആ പേഴ്സൺ സമണ്ട് സാധാരണ താമസിക്കാൻ സാധ്യതയുള്ള വീടുണ്ടായിരിക്കുമല്ലോ. മീൻസ് അദ്ദേഹം ഓർഡിനറിലി റിസൈഡ് ചെയ്യുന്ന ഹൗസ്, ആ ഹൗസിൻ്റെ ഒരു വിസിബിൾ പാർട്ടിൽ ഈ സമൻസ് അഫിക്സ് ചെയ്യും. അപ്പൊ ഇങ്ങനെ അഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3 മെത്തേഡ് ഓഫ് സെർവിങ് എ സമൻസ് ആണ് നോക്കിയത്. സെക്ഷൻ 64, 66 ആൻഡ് 69. അതുപോലെ തന്നെ ഈ ചന്തു വേഴ്സസ് പി ഗോപാലൻ ഈ കേസിൻ്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തത് ഇപ്പം പേഴ്സൺ സമണ്ട് എന്ന് പറയുന്നത് അബ്രോഡ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അബ്രോഡ് ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയാണെങ്കിൽ നാട്ടിലില്ല. അപ്പൊ അതേ സമയത്ത് എന്തുവാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹമാണെങ്കിൽ നാട്ടിൽ വരുമ്പം താമസിക്കുന്ന ആ വീടിന്റെ ഒരു വിസിബിൾ പാർട്ടിൽ സമൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച് അദ്ദേഹം എന്താണ് അബ്രോഡിൽ എംപ്ലോയിഡ് ആണ്. അപ്പൊ അദ്ദേഹം താമസിക്കുന്ന ഇന്ത്യയിലുള്ള വീട്ടിൽ കൊണ്ടുപോയി സമൻസ് സെർവ് ചെയ്താൽ അത് സമൻസ് സെർവ്ഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസി വഴി നമ്മൾ ആ വ്യക്തിക്ക് സമൻസ് സെർവ് ചെയ്യണം എന്നാണ് ഈ കേസിൻ്റെ അകത്ത് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് സർവീസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്ഹോണർ ഓഫ് ചെക്ക് ഇതെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ സെക്ഷൻ 144 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രകാരം നമ്മുടെ സെക്ഷൻ 138 അണ്ടറിൽ വരുന്ന ഒഫൻസുകൾക്ക് സമൻസ് സെർവ് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് കൊറിയർ വഴിയോ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മുടെ പേഴ്സൺ സമൻ ആണെങ്കിൽ ഒരു അക്നോളജ്മെന്റ് തിരിച്ച് റിട്ടേൺ ആയിട്ട് അയക്കുമ്പോഴോ അല്ലെങ്കിൽ പേഴ്സൺ സമൻഡ് ആണെങ്കിൽ ഈ ഒരു സമൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്താലോ ഈ 2 സാഹചര്യത്തിലും നമ്മുടെ സമൻസ് ആണെങ്കിൽ ഡ്യൂലി സെർവ്ഡ് ആയിട്ട് കോർട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി സർവീസ് ഓൺ ഗവൺമെന്റ് സെർവൻസ് ആണ് സെക്ഷൻ 68 ഓഫ് ദ സംഹിത. ഇപ്പം നമ്മുടെ ഒരു ഗവൺമെന്റ് സെർവൻറ്റിനാണ് സമൻസ് ഇഷ്യൂ ചെയ്യേണ്ടതെങ്കിൽ
ആ ഗവൺമെന്റ് സെർവന്റ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഓഫീസിലെ ഹെഡ് ഓഫ് ദ ഓഫീസിന് ഈ സമൻസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെൻഡ് ചെയ്യും. എന്നിട്ട് ഈ ഹെഡ് ഓഫ് ദ ഓഫീസ് ആ സമൻസ് ആണെങ്കിൽ അക്യൂസ്ഡിന് സെർവ് ചെയ്യും. അതിനുശേഷം മറ്റൊരു കോപ്പിയുടെ ബാക്ക് സൈഡിൽ ഈ അക്യൂസ്ഡിന്റെ ഒരു റിസിപ്റ്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് അത് കോർട്ടിലേക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ഗവൺമെന്റ് സെർവൻസിന് സമൻസ് സെർവ് ചെയ്യുന്നത്. ഹെഡ് ഓഫ് ദ ഓഫീസിനയക്കും, എന്നിട്ട് അദ്ദേഹമാണെങ്കിൽ അക്യൂസ്ഡിന് ഈ സമൻസ് സെർവ് ചെയ്യും. എന്നിട്ട് ഈ സമൻസിന്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റിന്റെ ബാക്ക് സൈഡിൽ ഒരു റെസിപ്റ്റ് സൈൻ ചെയ്തിട്ട് അത് കോർട്ടിലേക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ഗവൺമെന്റ് സർവീസിന്റെ സമൻസ് ഇഷ്യൂ ചെയ്യുന്നത്, ഗവൺമെന്റ് സെർവൻസിന് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്ഷൻ 70 പ്രൂഫ് ഓഫ് സർവീസ് ആണ്. നമ്മൾ സെക്ഷൻ 64ന്റെ അകത്ത് പറഞ്ഞു ഒരു പോലീസ് ഓഫീസറിന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസറിന് പേഴ്സണലി സമൻസ് സെർവ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പേഴ്സണലി ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ഓഫീസറോ സമൻസ് സെർവ് ചെയ്യുമ്പോൾ ആ ഓഫൻസിന്റെ ഹിയറിംഗിന്റെ സമയത്ത് ആ സെർവിങ് ഓഫീസർ, ഈ സമൻസ് സെർവ് ചെയ്യുന്ന ആ ഓഫീസർ പ്രസന്റ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ സെർവിങ് ഓഫീസർ ഹിയറിംഗിന്റെ സമയത്ത് ആബ്സെന്റ് ആവുന്ന സാഹചര്യങ്ങളിൽ ഇദ്ദേഹമാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഒരു അഫിഡാവിറ്റ് ഫയൽ ചെയ്യണം. ഈ അഫിഡാവിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് സർവീസ് ആണ്. എന്ന് പറഞ്ഞാൽ സമൻസ് പ്രോപ്പർലി സെർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൂഫ് ഓഫ് സർവീസ് ആണ്. അതുപോലെ തന്നെ ഈ അഫിഡാവിറ്റിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ സമൻസ് ഈ സെർവിങ് ഓഫീസർ സെർവ് ചെയ്ത് കഴിയുമ്പോൾ ആ പേഴ്സൺ സമൻഡ് ഈ സമൻസിന്റെ മറ്റൊരു കോപ്പിയുടെ ബാക്ക് സൈഡിൽ ഒരു റെസിപ്റ്റ് സൈൻ ചെയ്യത്തില്ലേ, ആ ഡ്യൂപ്ലിക്കേറ്റ് സമൻസും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് സെർവിങ് ഓഫീസർ ഹിയറിംഗ് സമയത്ത് ആബ്സെന്റ് ആവുന്ന സാഹചര്യമാണ്. ഇപ്പൊ ഇലക്ട്രോണിക്കലി ആണ് ഒരു സമൻസ് സെർവ് ചെയ്യുന്നതെങ്കിൽ ആ സമൻസ് അറ്റസ്റ്റ് ചെയ്ത് പ്രൂഫിന് വേണ്ടി പ്രിസർവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കുന്ന സെക്ഷൻ 71 ആണ്. സമൻസ് ടു വിറ്റ്നസ് ആണ്. സമൻസ് ടു അക്യൂസ്ഡ് പോലെ തന്നെയാണ് സമൻസ് ടു വിറ്റ്നസും ഇഷ്യൂ ചെയ്തത്. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് വഴിയോ ഒരു സമൻസ് ടു വിറ്റ്നസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും, സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പേഴ്സൺ സമൻഡ് തിരിച്ചൊരു അക്നോളജ്മെന്റ് തരുമ്പോഴോ, ദാറ്റ് മീൻസ് സമൻസ് കിട്ടി എന്ന് പറഞ്ഞ ഒരു അക്നോളജ്മെന്റ് തിരിച്ചു വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ സമൻഡ് ഈ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് വഴി സെൻഡ് ചെയ്ത് സമൻസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലോ, ഈ രണ്ട് സാഹചര്യത്തിലും എന്താണ് സമൻസ് ഡ്യൂലി സെർവ്ഡ് ആയിട്ട് കോർട്ട് കണക്കാക്കും. ഇപ്പം ഇലക്ട്രോണിക്കലി സെൻഡ് ചെയ്യുന്ന ഒരു സമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ സമൻസ് സെർവ് ചെയ്തു എന്ന് പറഞ്ഞുള്ള ഒരു കൺഫർമേഷൻ ഐക്കൺ വരത്തില്ലേ, അപ്പൊ അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കോർട്ട് സമൻസ് ഡ്യൂലി സെർവ്ഡ് ആയിട്ട് കണക്കാക്കും, പ്രിസ്യൂം ചെയ്യും. ഓക്കെ, ഏതൊക്കെ സാഹചര്യത്തിലാണ് സമൻസ് ഡ്യൂലി സെർവ്ഡ് എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്? അക്നോളജ്മെന്റ് വന്നു കഴിയും, അല്ലെങ്കിൽ എന്താണ് പേഴ്സൺ സമൻഡ് ആണെങ്കിൽ ഈ സമൻസ് അക്സെപ്റ്റ് ചെയ്യാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ട്രോണിക്കലി ആണ് സമൻസ് സെർവ് ചെയ്യുന്നെങ്കിൽ കൺഫർമേഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സാഹചര്യത്തിലും കോർട്ട് ആണെങ്കിൽ സമൻസ് ഡ്യൂലി സെർവ്ഡ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ നോക്കിയത് സംഹിതയുടെ പ്രൊവിഷൻസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് സപ്ലിമെന്ററി പ്രൊവിഷൻസ് ആണ്. ദാറ്റ് മീൻസ് കേരള ക്രിമിനൽ റൂൾ ഓഫ് പ്രാക്ടീസ് 1982. റൂൾ 7 പറയുന്നത് സൈനിങ് ഓഫ് സമൻസ് ആണ്. ഒരു സമൻസ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററിയൽ ഓഫീസർ സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ സമൻസിന്റെ അകത്ത് ബൈ ഓർഡർ ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞ് പ്രിഫിക്സും ചെയ്തിരിക്കണം എന്നാണ് റൂൾ 7 പറയുന്നത്. ഇനി സമൻസ് ടു മെഡിക്കൽ വിറ്റ്നസ്. മെഡിക്കൽ വിറ്റ്നസിന് ഒരു സമൻസ് ഏത് ചാനൽ വഴിയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സിന് സമൻസ് ഇഷ്യൂ ചെയ്യുന്ന കേസ്. ഈ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ വഴിയാണ് നമ്മുടെ സമൻസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സമൻസ് സെർവ് ചെയ്യുന്നത്. മുനിസിപ്പൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഡോക്ടേഴ്സിന് ചീഫ്
എക്സിക്യൂട്ടീവ് ഓഫീസർ വഴിയാണ് സമൻസ് സെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോണററി ഓഫീസേഴ്സിന് ഓഫീസർ ഇൻചാർജ് ഓഫ് ദ ഓഫീസ് വഴിയാണ് സമൻസ് സെൻഡ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന് ഇപ്പൊ പോസ്റ്റ്മോർട്ടം കേസസിലാണെങ്കിൽ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ വഴി, മറ്റുള്ള കേസസിലാണെങ്കിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് വഴിയാണ് സെർവ് ചെയ്യുന്നത്. ഇനി പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ തൊട്ടു മുന്നേ പറഞ്ഞ ആ ചാനൽ വഴി തന്നെയാണ്, സെയിം ചാനൽ തന്നെയാണ്. പോസ്റ്റ്മോർട്ടം കേസസിലാണെങ്കിൽ ഫോറൻസിക് മെഡിക്കൽ പ്രൊഫസർ വഴി, ബാക്കിയുള്ള കേസസിലെല്ലാം ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് വഴിയാണ്. ഓക്കെ, ഈ ചാനൽസ് ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ മെഡിക്കൽ വിറ്റ്നസിന് ഒരു സമൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് മെഷേഴ്സ് ഫോളോ ചെയ്യണം. പ്രിസൈഡിംഗ് ഓഫീസറിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു സമൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെഡിക്കൽ വിറ്റ്നസിനാണ് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ അവരുടെ മെഡിക്കൽ ഡ്യൂട്ടീനെ ബാധിക്കാത്ത രീതിയിൽ വേണം ഒരു ഡേറ്റ് ഓഫ് അപ്പിയറൻസ് സമൻസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അക്യൂസ്ഡ് പ്രസന്റ് ആവുന്ന ആ ഡേറ്റ് അല്ലെങ്കിൽ എന്താണ് അഡ്ജേർട്ട്മെന്റ് എക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ സമൻസ് ടു മെഡിക്കൽ വിറ്റ്നസ് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അക്യൂസ്ഡ് പ്രസന്റ് ആണ്, അതുപോലെ തന്നെ അഡ്ജേർട്ട്മെന്റ് എക്സെപ്റ്റും ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെഡിക്കൽ വിറ്റ്നസിന് ഇഷ്യൂ ചെയ്യുന്ന സമൻസിൻ്റെ അകത്ത് അക്യൂസ്ഡിന് ഇഞ്ചുറി പറ്റിയ ആ ഡേറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, പോസ്റ്റ്മോർട്ടം നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇനി അടുത്ത സമൻസ് ടു ഒഫീഷ്യൽ വിറ്റ്നസ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ വിറ്റ്നസിന്റെ അഡ്രസ്സ് അറിഞ്ഞൂടാ, അദ്ദേഹത്തിന്റെ പ്രസന്റ് അഡ്രസ്സ് അറിഞ്ഞൂടാ. ഇപ്പൊ റൂൾ 9 പ്രകാരം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഈ ഒഫീഷ്യൽ വിറ്റ്നസിന് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെയായിട്ടുള്ള ചാർജ് ഷീറ്റിലോ അല്ലെങ്കിൽ കംപ്ലൈന്റിലോ ഉള്ള അഡ്രസ്സിൽ ഒരു പോസ്റ്റ് വഴി അല്ലെങ്കിൽ പോലീസ് ഓഫീസർ വഴി സമൻസ് സെർവ് ചെയ്യും. ഇനി സമൻസ് ടു പോലീസ് ഓഫീസർ ആണ് റൂൾ 10. പോലീസ് ഓഫീസറിന് സമൻസ് സെർവ് ചെയ്യുമ്പോൾ ഒരു സുപ്പീരിയർ ഓഫീസർ വഴിയാണ് സമൻസ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഡയറക്ട്ലി പോസ്റ്റൽ വഴി ഒരു നോട്ടീസ് അയക്കും, ഈ അപ്പിയറൻസ് ഡേറ്റ്, അപ്പിയർ ചെയ്യുന്ന ആ ഡേറ്റ് ഇൻഫോം ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോലീസ് ഓഫീസറിന് സമൻസ് കോർട്ടിൽ സെൻഡ് ചെയ്യുമ്പോൾ ഒരു സഫീഷ്യന്റ് ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി സമൻസ് ടു ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ് ലാബ് റൂൾ 11 ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫോറൻസിക് സയൻസ് ലാബിലെ ഒരു ഡയറക്ടറിന് ഒരു സമൻസ് സെൻഡ് ചെയ്യുവാണെങ്കിൽ ആ സമൻസിൻ്റെ അകത്ത് ക്രൈം നമ്പർ, പോലീസ് സ്റ്റേഷൻ നെയിം ആൻഡ് ഒഫീഷ്യൽ ഫയൽ നമ്പർ ഓഫ് ദ ലബോറട്ടറി എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. അറസ്റ്റ് ആണ്. വാറണ്ട് ഓഫ് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടേൺ ഓർഡർ ആണ്. ഒരു പോലീസ് ഓഫീസറിനോട് ഒരു അക്യൂസ്ഡ് പേഴ്സണെ അല്ലെങ്കിൽ ഒരു വിറ്റ്നസിനെ അറസ്റ്റ് ചെയ്തിട്ട് കോർട്ടിന്റെ മുൻപാകെ പ്രസന്റ് ചെയ്യൂ എന്നും പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു റിട്ടേൺ ഓർഡർ ആണ് നമ്മുടെ വാറണ്ട് ഓഫ് അറസ്റ്റ്. ഈ വാറണ്ട് ഓഫ് അറസ്റ്റിന്റെ എസെൻഷ്യൽസ് ആണ് സെക്ഷൻ 72 ഓഫ് BNSS പറയുന്നത്. മറ്റേ നമ്മുടെ സമൻസ് പോലെ തന്നെ റൈറ്റിങ്ങിലായിരിക്കണം, കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, സീൽ ഓഫ് ദ കോർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് പോലീസ് ഓഫീസറാണോ ഏത് വ്യക്തിയാണോ ഈ വാറണ്ട് ഓഫ് അറസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് വ്യക്തിയെയാണോ അറസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫുൾ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസും ഈ വാറണ്ട് ഓഫ് അറസ്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ വ്യക്തിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന ഒഫൻസ് വാറണ്ട് ഓഫ് അറസ്റ്റിൻ്റെ അകത്ത് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യണം. നമ്മുടെ ഫോം നമ്പർ 3 ഓഫ് ദ സെക്കൻഡ് ഷെഡ്യൂൾ ആണ് ഈ വാറണ്ട് ഓഫ് അറസ്റ്റിന്റെ ഫോർമാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വാറണ്ട് ഓഫ് അറസ്റ്റ് എത്ര നാളത്തേന് ഫോഴ്സിൽ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നിടം വരെ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത കോർട്ട് തന്നെ ക്യാൻസൽ ചെയ്യുന്നിടം വരെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാനുള്ളത്, ഒരു റിട്ടേൺ ഡേറ്റ് എക്സ്പയർ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാറണ്ട് ഓഫ് അറസ്റ്റ് ഇൻവാലിഡ് ആവത്തില്ല. നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ഒഫൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ടൈപ്പ് ഓഫ് വാറന്റ് ഉണ്ട്, ബെയിലബിൾ വാറന്റ് ആൻഡ് നോൺ ബെയിലബിൾ വാറന്റ്. ബെയിലബിൾ വാറന്റ് സെക്ഷൻ 73 ആണ്. ബെയിലബിൾ വാറന്റ് ആണെങ്കിൽ ആ വാറന്റിൻ്റെ അകത്ത് ഇദ്ദേഹത്തിന് ഒരു ബോണ്ട് വിത്ത് ഷൂരിറ്റീസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് റിലീസ് ആവാം എന്നുള്ള പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന്റെ റൈറ്റ് ഓഫ് ബെയിൽ
അദ്ദേഹത്തിന് ഇൻഫോം ചെയ്യാൻ വേണ്ടി ആ പ്രൊവിഷൻ ഈ ബെയിലബിൾ വാറന്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ഷൂരിറ്റീസ് ആണ്, ബോണ്ട് എമൗണ്ട് എത്രയാണ്, എന്നാണ് കോർട്ടിൽ അപ്പിയർ ചെയ്യേണ്ടത് എന്നെല്ലാം ബെയിലബിൾ വാറന്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. നോൺ ബെയിലബിൾ വാറന്റിൻ്റെ അകത്ത് ഓഫ് കോഴ്സ് ബെയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ ബെയിൽ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട. പോലീസ് ഓഫീസറിനാണെങ്കിൽ അറസ്റ്റഡ് പേഴ്സണെ റിലീസ് ചെയ്യാനും സാധിക്കത്തില്ല. ഇപ്പൊ വിറ്റ്നസിന്റെ കേസസിലാണെങ്കിൽ ഇപ്പൊ സമൻസ് ആണെങ്കിൽ വിറ്റ്നസ് ഒബേ ചെയ്യാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ബെയിലബിൾ അല്ലെങ്കിൽ നോൺ ബെയിലബിൾ വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു വാറന്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാറന്റിന്റെ സബ്സ്റ്റൻസ് എല്ലാം ഓഫീസറിനെ ആദ്യമേ നോട്ടിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ വാറന്റ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാറന്റ് ആ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിനെ ഷോൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് വിതിൻ 24 hours അപ്രോപ്രിയേറ്റ് മജിസ്ട്രേറ്റിന്റെ മുൻപാകെ പ്രസന്റ് ചെയ്തിരിക്കണം. ഈ 24 hours എന്ന് പറഞ്ഞാൽ ട്രാവൽ ടൈം ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ വാറന്റ് നോക്കി സമൻസ് നോക്കി. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യക്തിനെയാണോ സമൻ ചെയ്യുന്ന ആ വ്യക്തിക്കാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു വാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിനെ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ പേഴ്സൺ ആണ് ഇത് അഡ്രസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സമൻസ് എന്ന് പറഞ്ഞാൽ സമൻസ് ഫെയിൽ ആവുന്ന സാഹചര്യത്തിലാണ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമൻസ് ഫസ്റ്റ് ഇൻസ്റ്റൻസിലാണ് യൂസ് ചെയ്യുന്നത്. വാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൻസ് ഫെയിൽ ആവുന്ന സാഹചര്യത്തിലാണ്. ഇപ്പൊ സമൻസ് എന്ന് പറയുന്ന സമൻസ് ആണ് വാറന്റ് കേസ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യും. വാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൻസ് കേസിൽ ആദ്യമേ തന്നെ ഇഷ്യൂ ചെയ്യത്തില്ല. സമൻസ് ഫെയിൽ ആവുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. നമ്മുടെ സമൻസിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷന് ശേഷം അല്ലെങ്കിൽ ക്യാൻസലേഷന്റെ ശേഷമാണ് ഈ സമൻസ് ഇൻവാലിഡ് ആവുന്നത്. വാറന്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ വരെയും അല്ലെങ്കിൽ ക്യാൻസലേഷൻ വരെയും അൺടിൽ ആ സമയം വരെയാണ് ഈ വാറന്റ് ഫോഴ്സിൽ റിമെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് അതിന്റെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വാറന്റ് ഇൻ ലിeu ഓഫ് ഓർ ഇൻ അഡീഷൻ ടു സമൻസ് ആണ് സെക്ഷൻ 19 ആൻഡ് 92ന്റെ അകത്താണ് പറയുന്നത്. വാറന്റ് ഇൻ ലിeu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സമൻസ് ഇഷ്യൂ ചെയ്യേണ്ട ഒരു കേസിൽ സമൻസ് സ്കിപ്പ് ചെയ്തിട്ട് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. വാറന്റ് ഇൻ അഡീഷൻ ടു സമൻസ് എന്ന് പറഞ്ഞാൽ സമൻസും വാറന്റും ഒന്നിച്ച് സൈമിൾട്ടേനിയസ്ലി ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പേഴ്സൺ എസ്കേപ്പ് ആവുമെന്ന് നമ്മുടെ കോർട്ടിന് തോന്നുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സമൻസ് ഒബേ ചെയ്യത്തില്ല എന്നുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ സമൻ ചെയ്ത ആ വ്യക്തിയാണെങ്കിൽ ഒരു മതിയായ കാരണങ്ങൾ ഇല്ലാതെ കോർട്ടിൽ അപ്പിയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടും കോർട്ടിൽ അപ്പിയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വാറന്റ് ഇൻ ലിeu ഓഫ് അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു സമൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ വാറന്റ് ഇൻ ലിeu ഇൻ അഡീഷൻ ടു സമൻസോ കോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ റീസൺസ് ഉറപ്പായിട്ടും റൈറ്റിംഗിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ഒരു സമൻസ് കേസിലാണെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീസൺസ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഇനി പ്രെക്കമുലേഷൻ ഓഫ് അബ്സ്കോണ്ടർ ആണ് സെക്ഷൻ 84 ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഒരു വാറന്റ് ഇഷ്യൂ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ് ആ വ്യക്തിയാണെങ്കിൽ എസ്കേപ്പ് ചെയ്യോ ഹൈഡ് ചെയ്യോ ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ കോർട്ടാണെങ്കിൽ ഒരു റിട്ടേൺ പ്രൊക്കമുലേഷൻ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ആ കോർട്ട് ആ റിട്ടേൺ പ്രൊക്കമുലേഷനിൽ ഈ അബ്സ്കോണ്ടഡ് ആയിട്ടുള്ള ഈ വ്യക്തിനെ 30 ദിവസത്തിനുള്ളിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റിക്വയറും ചെയ്യും. ഓക്കെ, ഫോം നമ്പർ 5 ഓഫ് ദ സെക്കൻഡ് ഷെഡ്യൂൾ ആണ് ഇതിന്റെ ഒഫീഷ്യൽ ഫോർമാറ്റ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് വാറന്റ് ഇഷ്യൂ ചെയ്തു, എന്നിട്ട് ഇദ്ദേഹമാണെങ്കിൽ എസ്കേപ്പ് ആവോ ഹൈഡ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടാണെങ്കിൽ ഇദ്ദേഹത്തിനോട് 30 ദിവസത്തിനുള്ളിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു റിട്ടേൺ പ്രൊക്കമുലേഷൻ പബ്ലിഷ് ചെയ്യും. എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം താമസിക്കുന്ന ആ വില്ലേജിലോ ടൗണിലോ പബ്ലിക്ലി പോയി വായിക്കും ഈ പ്രൊക്കമുലേഷൻ, അല്ലെങ്കിൽ ഈ പേഴ്സൺ താമസിക്കുന്ന ഹോമിലോ അല്ലെങ്കിൽ ആ പേഴ്സൺ റിസൈഡ് ചെയ്യുന്ന ആ പ്ലേസിലുള്ള ലോക്കൽ കോർട്ടിലോ ഒരു വിസിബിൾ പാർട്ടിലെ ഈ പ്രൊക്കമുലേഷൻ അഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വഴി ഈ പ്രൊക്കമുലേഷൻ അഫിക്സ് ചെയ്യും, പ്രൊക്കമുലേഷൻ പബ്ലിഷ് ചെയ്യും.
പിന്നെ പ്രൊക്ലെയിംഡ് ഓഫൻഡർ സെക്ഷൻ 64 സബ്സെക്ഷൻ 4 ആൻഡ് സെക്ഷൻ 34 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് 2ന്റെ അകത്ത് പറയുന്നത് ഇപ്പോൾ ഒഫൻസ് പണിഷബിൾ വിത്ത് 10 ഇയർ ഇംപ്രിസ്മെന്റ്, ലൈഫ് ഇംപ്രിസ്മെന്റ് അല്ലെങ്കിൽ ഡെത്ത് പെനാലിറ്റി ആണെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ പേഴ്സൺ ആണെങ്കിൽ അപ്പിയർ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ കോർട്ടിനാണെങ്കിൽ ആ വ്യക്തിയെ പ്രൊക്ലെയിംഡ് ഓഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഈവൻ ദോ ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒഫൻസ് BNSSന്റെ ജൂറിസ്ഡിക്ഷനിൽ വരാത്ത ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും BNSS പ്രകാരം ഈ വ്യക്തിയെ പ്രൊക്ലെയിംഡ് ഓഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ ഫിഫ്ത്ത് മെത്തേഡ് ആണ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി, സെക്ഷൻ 85 ആണ്. നമ്മുടെ ഈ പ്രൊക്ലമേഷന് ശേഷവും ഒരു വ്യക്തി അപ്പിയർ ചെയ്യുന്നില്ലെങ്കിൽ കോർട്ടാണെങ്കിൽ ആ വ്യക്തിയുടെ മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ആക്ഷനിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഇദ്ദേഹം ഈ പ്രോപ്പർട്ടി റിമൂവ് ചെയ്യോ ഡിസ്പോസ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ പ്രൊക്ലമേഷന് സൈമിൾട്ടേനിയസ്ലി വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ദാറ്റ് മീൻസ് പ്രൊക്ലമേഷനും അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടിയും ഒന്നിച്ച് ഓർഡർ ചെയ്യാം. നമ്മുടെ അറ്റാച്ച്മെന്റ് ഫോർ വിറ്റ്നസിന്റെ ഫോർമാറ്റ് പറയുന്ന ഫോം നമ്പർ 7 അറ്റാച്ച്മെന്റ് ഫോർ അക്യൂസ്ഡിന്റെ ഫോർമാറ്റ് പറയുന്ന ഫോം നമ്പർ 8 അതോറിറ്റി ടു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ കളക്ടർ ഫോർ എൻഫോഴ്സ്മെന്റ് ആണ് ഫോം നമ്പർ 9 പറയുന്ന ഫോർമാറ്റ്. ഓക്കെ, നമ്മുടെ മോഡ് ഓഫ് അറ്റാച്ച്മെന്റ് നമുക്കിനി നോക്കാം. മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലും ഒന്നെങ്കിൽ സീഷർ വഴി പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിസീവറിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ മൂവബിൾ പ്രോപ്പർട്ടിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് പാസ് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രണ്ടോ രണ്ടിലധികമോ മെത്തേഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. ഇനി നോക്കുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെന്റ് ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് റവന്യൂ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ വഴി അറ്റാച്ച് ചെയ്യും. ഇപ്പം ലാൻഡ് റവന്യൂ പേ ചെയ്യാത്ത കേസസിലാണെങ്കിൽ പൊസഷൻ വഴിയോ റിസീവർ വഴിയോ പ്രൊഹിബിറ്ററി ഓർഡർ വഴിയോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിലധികമോ മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് വഴിയോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിക്കുന്ന അല്ലെങ്കിൽ ഒരു ലൈവ്ലി സ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ കോർട്ടാണെങ്കിൽ ഇമ്മീഡിയറ്റ് സെയിൽ ഓർഡർ ചെയ്യും. ഇപ്പൊ കോർട്ട് പറഞ്ഞ ആ സമയത്തിനുള്ളിൽ ഈ പ്രൊക്ലെയിംഡ് ഒഫൻഡർ അപ്പിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് റിലീസ് ചെയ്യും. ചെയ്തില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്പോസൽ ആയിട്ട് മാറും. ഓക്കെ, ഈ അപ്പിയർ ചെയ്യാതെ ഇരുന്നിട്ട് 6 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്പോസൽ ആയിട്ട് പ്രോപ്പർട്ടി മാറുന്നത്. ഈ എക്സ്പയറി പീരീഡിന് ശേഷം ഈ പ്രോപ്പർട്ടി സോൾഡ് ചെയ്യും. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ഒബ്ജക്ഷനോ റെഫ്യൂസലോ ഉണ്ടെങ്കിലൊക്കെ ചോദിച്ച് അത് റിസോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ സെയിൽ ചെയ്യത്തുള്ളൂ. ഇപ്പം ഈ അക്യൂസ്ഡ് പേഴ്സൺ ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞു, അപ്പിയർ ചെയ്തു, എന്നിട്ട് ഇദ്ദേഹം ആണെങ്കിൽ പ്രൂവ് ചെയ്യുകയാണ് എനിക്കാണെങ്കിൽ നിയമത്തിൽ നിന്ന് ഒളിച്ചോടാനോ ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്നൊക്കെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിനാണെങ്കിൽ എന്താണ് ഇത്രയും നേരം ഇൻക്വയർ ആയിട്ടുള്ള ആ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി ഇദ്ദേഹം അപ്പിയർ ചെയ്താൽ എന്തൊരു പ്രൊസീഡിംഗ് ആണോ നടക്കുന്നത് ആ പ്രൊസീഡിംഗ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഈ പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു അഗ്രീവ്ഡ് പേഴ്സണ് റെഫ്യൂസൽ ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്കാണെങ്കിൽ അപ്പീൽ പോവാം. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്പോസൽ ആയി കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യുമല്ലോ, അങ്ങനെ സെയിൽ ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് റെഫ്യൂസൽ ഉണ്ടെങ്കിൽ അപ്പീൽ പോവാം ഈ സെയിൽസ് പ്രൊസീഡിന് എഗനിസ്റ്റ് ആയിട്ട്. ഇനി നമ്മുടെ 6th മെത്തേഡ് ആണ് ബോണ്ട് ഫോർ അപ്പിയറൻസ്, സെക്ഷൻ 91 ഓഫ് ദ സംഹിത. നമ്മുടെ കോർട്ടിനാണെങ്കിൽ ഒരു സമൻ ചെയ്ത വ്യക്തിനെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിനെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് ഫേണിഷ് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു കാര്യം പ്രോമിസ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ കോർട്ടിൽ അപ്പിയർ ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യൂലോ. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇദ്ദേഹമാണെങ്കിൽ കോർട്ടിൽ അപ്പിയർ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കോർട്ടാണെങ്കിൽ ഒരു വാറന്റ് ഓഫ് അറസ്റ്റ് ഇഷ്യൂ ചെയ്യും ഇദ്ദേഹത്തിന്റെ പ്രസൻസ് കോർട്ടിൽ കമ്പൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്തത് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ആണ്, സെക്ഷൻ 85 ആൻഡ് 88 ആണ്. ഇപ്പം നമ്മുടെ ഒരു സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസ്
ഒരു റിക്വസ്റ്റിന്റെ ബേസിസിൽ നമ്മുടെ കോർട്ടിനാണെങ്കിൽ ഒരു ഫോറിൻ കോർട്ടിന്റെ അസിസ്റ്റൻസ് സീക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തിനു വേണ്ടിയാണ്? ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡറിന്റെ പ്രോപ്പർട്ടി ഫോർഫീറ്റ് ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനോ ഐഡന്റിഫിക്കേഷന് വേണ്ടിയോ. ഇത്രയേ ഉള്ളൂ. ഒരു ഫോറിൻ കോർട്ടിന്റെ ഒരു കോർപ്പറേഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഒരു റിട്ടേൺ റിക്വസ്റ്റിന്റെ ബേസിൽ കോർട്ടിന് ഒരു ഫോറിൻ കോർട്ടിന്റെ അസിസ്റ്റന്റ് സീക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തിനു വേണ്ടിയാണ്? ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡറിന്റെ പ്രോപ്പർട്ടി ഫോർഫീച്ചർ ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനോ ഐഡന്റിഫിക്കേഷന് വേണ്ടിയോ. ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡറിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയോ. ഇത് പറയുന്ന നമ്മുടെ ചാപ്റ്റർ 8 ഓഫ് BNSS ആണ്, ഫോർ ട്രാൻസാക്ഷണൽ എൻഫോഴ്സ്മെന്റ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ വൈഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാനൊരു അയ്യോ ഇത് ഇത്രയും ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ എല്ലാം സമ്മപ്പ് ചെയ്ത് വളരെ ഷോർട്ടാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത്രയൊക്കെ മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി ലെറ്റ്സ് ലെക്ചർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.